എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം. സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ എന്നീ 3 ഗൾഫ് രാജ്യങ്ങളിലെ 6 കമ്പനികളിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. ഫ്രഷേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്കുള്ള അവസരങ്ങളുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള അവസരമുണ്ട്. മികച്ച അവസരങ്ങളാണ്, എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമാണ്. എല്ലാ ജോലികളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എല്ലാ ജോലികളുടെയും ഇൻ്റർവ്യൂ നടക്കുന്നത് ഈ വീക്കിൽ തന്നെയാണ്, ഈ ആഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻ്റർവ്യൂ വീക്ക് വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറായ 9539128062 നമ്പറിലേക്ക് മെസ്സേജ്. നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി ഒമാനിലേക്കാണ്. ഒമാനിലെ അൽതമാം ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്ക് ഷെൽഫ് ബോയ് എന്ന പോസ്റ്റിലേക്ക് ജോലി ഒഴിവുകളുണ്ട്. 21-നും 30-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. സാലറി നിങ്ങൾക്കൊരു മാസം 38,000 ഇന്ത്യൻ രൂപ വരെയായിരിക്കും ഉണ്ടാവുക. അക്കോമഡേഷൻ ഉണ്ടായിരിക്കും, ഫുഡ് ഉണ്ടാവില്ല. എന്നാൽ മെസ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാസത്തിൽ 2 ദിവസം ഫുൾ ഡേ ലീവോ അല്ലെങ്കിൽ മാസത്തിൽ 4 ദിവസം ഹാഫ് ഡേ ലീവോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അക്കോമഡേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. 2 വർഷത്തെ പേപ്പറാണ് വരുന്നത്. എംപ്ലോയ്മെൻറ്റ് വിസയിൽ തന്നെയായിരിക്കും നിങ്ങൾ ഇവിടുന്ന് പോവുക. വളരെ ചെറിയൊരു എക്സ്പെൻസിൽ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത്. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ സെയിൽസിലോ അല്ലെങ്കിൽ ഷെൽഫ് ബോയോ എല്ലാം നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നാട്ടിലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു ചെറിയ ഷോപ്പിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആണുള്ളെങ്കിൽ പോലും ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു കമ്പനിയിലേക്ക് സെയിൽസ്മാൻ പോസ്റ്റിലേക്കുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് വേക്കൻസികൾ അവൈലബിൾ അല്ല. ഷെൽഫ് ബോയ് പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ. 21-നും 30-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. വേറെ യോഗ്യത കാര്യങ്ങളൊന്നും കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ. ഈ വരുന്ന 8-ാം തീയതിയാണ് നമുക്ക് ഇതിലേക്കുള്ള ഫൈനൽ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ഉടൻ തന്നെ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലെ ദമാമിലേക്ക് ജോലി ഒഴിവുകളുണ്ട്. ലെമോസിന എയർപോർട്ട് സർവീസസ് ലൈറ്റ് ഡ്രൈവർ പോസ്റ്റിലേക്കാണ് ജോലി ഒഴിവുകളുള്ളത്. ഈ ഒരു പോസ്റ്റിലേക്ക് 1800 സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. ഓവർ ടൈം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഉണ്ടാവില്ല, അക്കോമഡേഷൻ അവൈലബിൾ ആണ്. ഇവിടെ 40 വയസ്സിന് താഴെ പ്രായമുള്ള സൗദി അല്ലെങ്കിൽ മറ്റേതെങ്കിലും GCC രാജ്യത്തെ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആയവരെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. എക്സ്പയർ ആയവരെ ഇവിടെ പരിഗണിക്കില്ല. കൂടാതെ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഇവിടെ പരിഗണിക്കില്ല. ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് അത്യാവശ്യം നന്നായിട്ട് തന്നെ സംസാരിക്കാൻ, കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. മറ്റു യോഗ്യത കാര്യങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ നമുക്ക്, അല്ലെങ്കിൽ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 9-ാം തീയതി വരെയാണ്. മെയ് 9-ാം തീയതി വരെയാണ്. താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്ക് തന്നെയാണ്. സൗദി അറേബ്യയിലെ പ്രമുഖ ലോജിസ്റ്റിക് കമ്പനിയായിട്ടുള്ള, അതായത് സൗദിയിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന ലോജിസ്റ്റിക് ഡെലിവറി കമ്പനിയായിട്ടുള്ള നഹൽ എക്സ്പ്രസ്സിലേക്ക് ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. 2000 സൗദി റിയാലായിരിക്കും ഇവിടെ സാലറി ഉണ്ടാവുക. ഈ സാലറിക്ക് പുറമെ കമ്മീഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്കോമഡേഷൻ ഉണ്ടായിരിക്കും, ഫുഡ് ഉണ്ടാവില്ല. കമ്മീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു മാസം 450 ഡെലിവറി ടാർഗറ്റ് ഉണ്ട്. നഹൽ എക്സ്പ്രസ് ആയതുകൊണ്ട് അത് വലിയൊരു ടാർഗറ്റ് എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടാവും. ഡെലിവറിക്ക് യാതൊരു കമ്മി ഉണ്ടാവില്ല. നിങ്ങൾ ഡെലിവറി ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ 12 മണിക്കൂറിനടുത്ത് വർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. മറ്റു കാറിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ വാൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം, പെട്രോൾ അലവൻസ് മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കമ്പനി വഹിക്കും. നിങ്ങൾ ഒന്നും തന്നെ അറിയേണ്ടതില്ല. നിങ്ങൾ വാഹനം ഓടിക്കുക, ഡെലിവറി ചെയ്യുക, ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. 2000 രൂപ സാലറി കിട്ടും. 450 ഡെലിവറിക്ക് മേലെ നിങ്ങൾ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതിലേക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഇവിടെ 10ാം ക്ലാസ് ആവശ്യമില്ല. ഇവിടെ ചോദിച്ചിട്ടുള്ള യോഗ്യത 2 എണ്ണമാണ്. ഒന്ന്, 40 വയസ്സിന് താഴെ ആയിരിക്കണം നിങ്ങളുടെ പ്രായം. രണ്ടാമത്തേത്, നിങ്ങൾക്ക് സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണമെന്നതാണ്. സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ വാലിഡ് ആണെങ്കിലും എക്സ്പയർഡ് ആണെങ്കിലും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. എന്നാൽ മറ്റേതെങ്കിലും GCC രാജ്യത്തെ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ അത് വാലിഡ് ആയിരിക്കണം എന്നത് നിർബന്ധമാണ്. ഇതിൻ്റെ ഇൻ്റർവ്യൂ നമുക്ക് 12-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ്. ഒരു മികച്ച അവസരം തന്നെയാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. ഒമാനിലേക്ക് സൂപ്പർവൈസർമാരെയും, അതായത് സെയിൽസ് സൂപ്പർവൈസർമാരെയും വാൻ സെയിൽസ്മാൻ പോസ്റ്റിലേക്കും ജോലി ഒഴിവുകളുണ്ട്. അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെയാണ് ഉള്ളത്. ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്. ഈ വരുന്ന 10-ാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നമുക്ക് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത്. നമുക്ക് ആദ്യം വാൻ സെയിൽസ്മാൻ പോസ്റ്റിലേക്കുള്ള ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള, നിങ്ങൾക്ക് സെയിൽസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്.
9 മണിക്കൂർ ഡ്യൂട്ടി, അക്കോമഡേഷൻ ഉണ്ടായിരിക്കും, ഫുഡ് അലവൻസ്, അതേപോലെ തന്നെ ബോണസ് ഉൾപ്പെടെ ഒരു മാസത്തെ സാലറി വരുന്നത് 180 ഒമാൻ റിയാൽ ആയിരിക്കും. ഫിക്സഡ് സാലറി ആണ്, അതായത് ബേസിക് സാലറി 130 ഒമാൻ റിയാൽ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫുഡ് അലവൻസ് ആയിട്ട് 30 ഒമാൻ റിയാൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 160 ഒമാൻ റിയാലായി. മറ്റു അലവൻസ് ആയിട്ട്, അതായത് ബോണസ് പോലെയുള്ള അതർ അലവൻസ് ആയിട്ട് 20 ഒമാൻ റിയാൽ നിങ്ങൾക്ക് എക്സ്ട്രയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 180 ഒമാൻ റിയാൽ നിങ്ങൾക്ക് ഒരു മാസം ബേസിക് സാലറി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഫിക്സഡ് സാലറി എന്ന രീതിയിൽ കിട്ടും. ഇതിന് പുറമെ കമ്മീഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു മാസം നല്ല രീതിയിൽ സെയിൽസ് ചെയ്യുകയാണെങ്കിൽ ഒരു ടാർഗറ്റ് കമ്പനി എന്തായാലും തരും. ആ ടാർഗറ്റ് എത്രയാണെന്നുള്ളത് ഇൻ്റർവ്യൂ സമയത്ത് കമ്പനി നിങ്ങളെ അറിയിക്കും. ആ ടാർഗറ്റിന് മേലെ നിങ്ങൾ ഡെലിവർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്മീഷൻ ലഭിക്കും. അങ്ങനെ ഒരു മാസം കമ്മീഷൻ അടക്കം 250 ഒമാൻ റിയാൽ വരെയൊക്കെ അല്ലെങ്കിൽ 300 ഒമാൻ റിയാലിൻ്റെ ഉള്ളിൽ വരെയൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും. അതിലൊന്നും യാതൊരു സംശയമില്ല. സെയിൽസ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ നല്ല രീതിയിൽ സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ കഴിയും. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. വാൻ സെയിൽസിൽ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായാൽ മതി. 40 വയസ്സ് വരെയാണ് പ്രായപരിധി. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് സെയിൽസ് സൂപ്പർവൈസർ പോസ്റ്റിലേക്കുള്ള ഡീറ്റെയിൽസ് ആണ്. ഇവിടെ വാലിഡ് GCC ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒറിജിനൽ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒമാൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും മറ്റേത് GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ടോട്ടൽ സാലറി ഇവിടെ 275 ഒമാൻ റിയാലാണ് വരുന്നത്. കമ്മീഷൻ ഇതിന് പുറമെ വരും. അപ്പോൾ 275 ഒമാൻ റിയാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ബേസിക് സാലറി ഇൻക്ലൂഡ് ആണ്, ഫുഡ് അലവൻസ് ഇൻക്ലൂഡ് ആണ്, അതർ അലവൻസ് ഇൻക്ലൂഡ് ആണ്. ടോട്ടലാണ്, അതായത് ഒരു മാസം നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന സാലറി 275 ഒമാൻ റിയാൽ ആയിരിക്കും. കൂടാതെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് അലവൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിന് പുറമെ കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നിങ്ങളുടെ സെയിൽസിനനുസരിച്ച് നിങ്ങൾക്ക് കമ്പനി കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യും. ഇതിലേക്കുള്ള ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഈ വരുന്ന 10-ാം തീയതി കോഴിക്കോടാണ് നമുക്ക് നടക്കാൻ പോകുന്നത്. 2 പോസ്റ്റിലേക്കും 40 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് പരിഗണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അതൊരു 4 വർഷത്തേക്ക് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഒരു 42-43 വയസ്സ് വരെയൊക്കെ ഈ ഒരു പോസ്റ്റുകളിലേക്ക് പോകുന്നതാണ്. എന്നാൽ ഒരു 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ 40 വയസ്സ് വരെയാണ് പ്രായപരിധി. അപ്പോൾ സെയിൽസ്മാൻ പോസ്റ്റിലേക്ക്, വാൻ സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. സെയിൽസ് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് GCC എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 10-ാം തീയതിയാണ് ഇൻ്റർവ്യൂ. താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലെ മസാദർ എന്നൊരു കമ്പനിയിലേക്ക് ഹെവി അല്ലെങ്കിൽ ട്രെയിലർ ഡ്രൈവർമാരെയും ജനറൽ ലേബർ പോസ്റ്റിലേക്കും ജോലി ഒഴിവുകളുണ്ട്. ആദ്യം നമുക്ക് ഏതാ നോക്കേണ്ടത്? ഹെവി അല്ലെങ്കിൽ ട്രെയിലർ ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. സൗദി ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഇവിടെ ഈ ഒരു പോസ്റ്റിലേക്ക് ട്രെയിലർ ഡ്രൈവർ അല്ലെങ്കിൽ ഹെവി ഡ്രൈവർ പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. 1900 സൗദി റിയാൽ ബേസിക് സാലറിയോടൊപ്പം തന്നെ ഓവർ ടൈമും ട്രിപ്പ് അലവൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓർക്കുക, നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ കാർഡ് കയ്യിൽ ഉണ്ടായിരിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് ഒറിജിനൽ കാർഡ് കയ്യിൽ ഉണ്ടായിരിക്കണം. കോപ്പി ഉണ്ടായിട്ട് കാര്യമില്ല. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും ഒറിജിനൽ കാർഡ് രൂപത്തിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. 1900 സൗദി റിയാൽ ബേസിക് സാലറിയോടൊപ്പം ഓവർ ടൈം പ്ലസ് ട്രിപ്പ് അലവൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ കഴിയും. ഇനി ജനറൽ ലേബർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 1100 സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. ഓവർ ടൈം അവൈലബിൾ ആണ്, ഫുഡ് ഉണ്ടാവില്ല, അക്കോമഡേഷൻ അവൈലബിൾ ആണ്. ഈ 2 പോസ്റ്റുകളിലേക്കും 9 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. സൂം ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ നടക്കുന്നത്. ഈ ഒരു ജോലികളുടെ മറ്റു ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഹെവി ഡ്രൈവർ പോസ്റ്റിലേക്കും അല്ലെങ്കിൽ ട്രെയിലർ ഡ്രൈവർ അല്ലെങ്കിൽ ജനറൽ ലേബർ പോസ്റ്റിലേക്കും ഒന്നും തന്നെ വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമേ അല്ല. ബേസിക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബേസിക് അറബിക് നോളജ് ഉണ്ടായാലും മതി. അതായത് ബേസിക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഹായ് ഹലോ എന്നുള്ളത് ഈ ബോർഡുകളെല്ലാം വായിക്കാൻ കഴിയുന്ന ആ രീതിയിലേക്കുള്ള ഒരു ഇംഗ്ലീഷ് കൈകാര്യം ചെയ്താൽ കഴിഞ്ഞാൽ മതി. വേറെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ജനറൽ ലേബർ പോസ്റ്റിലേക്ക് ആവശ്യമില്ല. ഹെവി ഡ്രൈവർ അല്ലെങ്കിൽ ട്രെയിലർ ഡ്രൈവർ പോസ്റ്റിലേക്ക് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളിലേക്ക് താല്പര്യമുള്ള ഇൻ്റർവ്യൂ ഞാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. ഈ വരുന്ന 14-ാം തീയതിയാണ് നമുക്ക് ഇൻ്റർവ്യൂ വരുന്നത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഖത്തറിലേക്കാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള വേക്കൻസിയാണ്. കാരണം ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഒരുപാട് ഫീമെയിൽസ് എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്, ഫീമെയിൽ വേക്കൻസി ഒന്നുമില്ല, എന്താണ് പുരുഷന്മാർക്ക് മാത്രമേ വേക്കൻസി ഉള്ളൂ, എന്തുകൊണ്ടാണ് ഫീമെയിൽ വേക്കൻസി ഗൾഫിലേക്ക് ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് പലരും ദേഷ്യപ്പെട്ട് ചീത്ത വിളിക്കുന്ന വക്ക് വരെ എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർക്കൊക്കെ ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആ ഒരു എനിക്ക് മെസ്സേജ് അയക്കുന്ന ഫീമെയിൽസ് ഈ ഒരു വീഡിയോ കാണുന്നുവെങ്കിൽ നിങ്ങൾക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റുന്ന ഈ വീഡിയോയിൽ പറയുന്ന യോഗ്യത കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ക്ലയൻറ്റ് ഇൻ്റർവ്യൂ നമ്മുടെ നാട്ടിൽ വെച്ചിട്ടാണ്, 3 സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പോസ്റ്റുകളിലേക്കുള്ള ഒഴിവുകളാണ് ഉള്ളത് എന്ന് ഞാൻ പറയാം. ക്യാഷ്യർ, സെയിൽസ്മാൻ, സെയിൽസ് വുമൺ, ഫിഷ് ക്ലീനർ, ബുച്ചർ, സെക്യൂരിറ്റി ഗാർഡ് കം CCTV ഓപ്പറേറ്റേഴ്സ്, ഹെൽപ്പേഴ്സ്, ക്ലീനേഴ്സ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു കമ്പനിയിലേക്ക് ജോലി ഒഴിവുകളുള്ളത്.
അപ്പോൾ ഇവിടെ 2 പോസ്റ്റുകളിലേക്ക് ഫീമെയിൽസിനെ പരിഗണിക്കുന്നുണ്ട്. ക്യാഷ്യർ പോസ്റ്റിലേക്കുമുണ്ട്, സെയിൽസ് സ്റ്റാഫ് പോസ്റ്റിലേക്കുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാം. സാലറി എല്ലാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെയാണ് കേട്ടോ. പുരുഷന്മാരാണെന്ന് കരുതി സാലറി കൂടുതലില്ല, സ്ത്രീകളാണെന്ന് കരുതി സാലറി കുറവുമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഉള്ള ഒരു കമ്പനിയാണ്. നമുക്ക് എല്ലാ ജോലികളുടെയും എല്ലാ ഡീറ്റെയിൽസും ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യത്തെ വേക്കൻസി ക്യാഷ്യർ പോസ്റ്റിലേക്കാണ്. ഇവിടെ സ്ത്രീകളെയും പുരുഷന്മാരെയും പരിഗണിക്കുന്നുണ്ട്. 1200 മുതൽ 1400 ഖത്തർ റിയാൽ വരെയാണ് ഇവിടെ സാലറി വരുന്നത്. അടുത്ത വേക്കൻസി സെയിൽസ് സ്റ്റാഫ് പോസ്റ്റിലേക്കാണ്. ഇവിടെയും സ്ത്രീകളെയും പുരുഷന്മാരെയും പരിഗണിക്കുന്നുണ്ട്. 1200 മുതൽ 1400 ഖത്തർ റിയാൽ തന്നെയാണ് ഇവിടെയും സാലറി വരുന്നത്. അടുത്ത വേക്കൻസി ഫിഷ് ക്ലീനർ ബുച്ചേഴ്സ് പോസ്റ്റുകളിലേക്കാണ്. ഇവിടെ സാലറി വരുന്നത് 1400 മുതൽ 1600 ഖത്തർ റിയാൽ വരെയായിരിക്കും ഉണ്ടാവുക. അടുത്ത വേക്കൻസി സെക്യൂരിറ്റി ഗാർഡ് കം CCTV ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ്. 1200 മുതൽ 1400 ഖത്തർ റിയാൽ വരെയായിരിക്കും ഇവിടെ സാലറി ഉണ്ടാവുക. അവസാനത്തെ വേക്കൻസി ഹെൽപ്പർ ക്ലീനർ പോസ്റ്റുകളിലേക്ക് 1000 ഖത്തർ റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. സെയിൽസ് അതേപോലെ ക്യാഷ്യർ പോസ്റ്റുകളിലേക്ക് 21-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത്. 35 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ പരിഗണിക്കുന്നില്ല. എക്സ്പീരിയൻസ് ആവശ്യമില്ല. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ്. ഇവിടെ നിങ്ങൾക്ക് 35 വയസ്സിന് താഴെ പ്രായമാണെങ്കിൽ മാത്രമേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും 21-നും 40-നും ഇടയിൽ പ്രായമുള്ളവരെയുമാണ് പരിഗണിക്കുന്നത്. ഫ്രീ ഫുഡ് അലവൻസ്, ഫ്രീ അക്കോമഡേഷൻ കാര്യങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു കമ്പനിയിലേക്ക് മുസ്ലിംസ് അതേപോലെ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിനെയാണ് പരിഗണിക്കുന്നത്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട് കമ്പനി. അതായത് സെയിൽസ് സ്റ്റാഫ് അതേപോലെ ക്യാഷ്യർ പോസ്റ്റിലേക്ക് 21-നും 35-നും ഇടയിൽ പ്രായമുള്ളവരെയും മറ്റുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും 21-നും 40-നും ഇടയിൽ പ്രായമുള്ളവരെയും എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിനെയുമാണ് ഇവിടെ പരിഗണിക്കുന്നത്. നിങ്ങൾക്ക് ബുച്ചർ അല്ലെങ്കിൽ ഫിഷ് കട്ടർ പോസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ ഫിഷ് ക്ലീനർ പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. സെയിൽസ് സ്റ്റാഫ് പോസ്റ്റിലേക്കോ ക്യാഷ്യർ പോസ്റ്റിലേക്കോ എക്സ്പീരിയൻസ് ആവശ്യമില്ല. സെയിൽസ് സ്റ്റാഫ് പോസ്റ്റിലേക്കാണെങ്കിൽ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി. ക്യാഷ്യർ പോസ്റ്റിലേക്കാണെങ്കിൽ +2 അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഈ ഒരു കമ്പനിയിലേക്കുള്ള ഇൻ്റർവ്യൂ നമുക്ക് ഈ വരുന്ന മെയ് 8, 10, 12 തീയതികളിലാണ് നടക്കുന്നത്. അതായത് 8-ാം തീയതി മംഗലാപുരത്തും 12-ാം തീയതി കോഴിക്കോടും 10-ാം തീയതി കോഴിക്കോടും 12-ാം തീയതി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലുമാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഈ ജോലികളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 9539 12 80 62 നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ വിട്ടുപോരുത്.